സെറാമിക് കോട്ടിംഗ് 5 ലെയർ കോട്ടിംഗ് ആണോ നല്ലത്, സിംഗിൾ ലെയർ കോട്ടിംഗ് ആണോ നല്ലത്? 5 ലെയർ കോട്ടിംഗ് ആണ് നല്ലതെന്ന് പെട്ടെന്ന് നമുക്ക് തോന്നുക. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ സെറാമിക് കോട്ടിംഗ് ആക്ച്വലി അതർ ചെയ്യണത് ശരിക്കും ഈ പിടിച്ചു നിൽക്കുന്നത് ഈ പെയിൻറ്റിൻ്റെ സർഫസിലോട്ടാണ്. അപ്പം ഓരോ ലെയർ മുകളിലോട്ട് പോകും തോറും ഈ പെയിൻറ്റ് ലെയർ എന്നുള്ള ഡിസ്റ്റൻസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഫോം ചെയ്യുന്ന ലെയേഴ്സിനൊന്നും സ്ട്രെങ്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 3rd ലെയറോ 4th ലെയറോ 5th ലെയറോ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഇത് ചുമ്മാ നമ്മൾ വൈപ്പ് ചെയ്ത് മൈക്രോ ഫൈബർ കൊണ്ട് വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങോട്ട് പോരുകയാണ് സാധാരണ പറ്റുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ഒരു സിംഗിൾ ലെയറോ അല്ലെങ്കിൽ 2 ലെയറോ ആയിട്ടുള്ള കോട്ടിങ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ല ഹാർഡ്നെസ്സും കാര്യങ്ങളും പ്രോപ്പർട്ടീസ് എൻഹാൻസ്ഡ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ SiO2 കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ള കോട്ടിങ് എവിടെയാണോ ചെയ്യുന്നത് അവിടെയായിരിക്കണം നിങ്ങളുടെ വണ്ടി സെറാമിക് കോട്ടിങ് ചെയ്യേണ്ടത്.